ഞങ്ങള് 4 പേര് ഒരു കാഴ്ച കാണാനായിട്ട് പുറപ്പെടുകയാണ്. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ. എൻ്റെ സുഹൃത്തിൻ്റെ പേര് പാബ്ലോ എന്നാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനം മരുഭൂമിയിലെ മണൽക്കൂനകൾക്കരികിലൂടെയുള്ള ഒരു ചെറിയ പാതയിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ 2 കാറുകൾ പെടുകയാണ്. ഈ കാറുകൾ കുറേ നേരമായി ഞങ്ങൾ യാത്ര ചെയ്യുന്ന കാറിൻ്റെ പിറകിലുണ്ട്. ഞാൻ കരുതിയത് ഞങ്ങളെപ്പോലെ തന്നെ ഈ കാഴ്ചകൾ കണ്ട് പതിയെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ആയിരിക്കാം. കാരണം അതിഗംഭീരമായ കാഴ്ചയാണ്. ആ പാതയുടെ ഒരു ഭാഗത്ത് മരുഭൂമിയാണ്, ഒരു ഭാഗത്ത് പസഫിക് ഓഷ്യനാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് പാബ്ലോയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനോ പേടിയോ ഭയമോ ഒക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. കുറെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അങ്ങ് ദൂരെ ഒരു സൈൻ ബോർഡ് കാണാം. ആ സൈൻ ബോർഡിന്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം വാഹനം ഇടത്തേക്ക് തിരിച്ച് വലത്തോട്ട് എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ പാർക്കിംഗ് ലോട്ടുണ്ട്. അവിടെ അദ്ദേഹം വാഹനം നിർത്തുകയാണ്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, സ്ഥലമെത്തി, നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അവിടേക്കൊരു ചെറിയ നടപ്പാതയുണ്ട്. ആ നടപ്പാതയിലൂടെ നമ്മൾ ഇറങ്ങി നടക്കണം. ആ ചെറിയ നടപ്പാതയുടെ അരികിലായിട്ട് ഒരു വലിയ പാത നിങ്ങൾ കണ്ടോ? ആ പാതയിലൂടെ ട്രക്കുകൾ പോകുന്നതിൻ്റെ ടയർപ്പാടുകൾ നമുക്ക് കാണാം. നമുക്ക് കാണേണ്ട കാഴ്ച ആ ടയർപ്പാടുകൾ എവിടെ എത്തി നിൽക്കുന്നോ അവിടെയാണ്. ഞങ്ങൾ എല്ലാവരും പുറത്തേക്കിറങ്ങി കാറിന്റെ ഡിക്കി തുറന്ന് ബാഗുകളൊക്കെ എടുത്തു. ഈ ബാഗിനകത്ത് വെള്ളവും കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ലോകത്തെ ഏറ്റവും വരണ്ട മരുഭൂമികളിൽ ഒന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളവും ഒക്കെ മുൻകൂട്ടി കരുതിയിട്ടുണ്ട്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പാബ്ലോയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത്. കാരണം മരുഭൂമിയിലെ പൊടി കാലിലേക്ക് കയറാൻ പാടില്ല. ഈ മരുഭൂമിയിൽ ജീവിക്കുന്ന ഇഴജന്തുക്കൾക്കും ചെറിയ ചെറിയ ജീവജാലങ്ങൾക്കും ഒക്കെ ഉഗ്രവിഷമാണ്. അവറ്റകളിന് കടികൊണ്ടാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഈ യാത്രയിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പാബ്ലോ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഈ നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ആ 2 കാറുകൾ പാഞ്ഞു വരികയാണ്. അവർ പാർക്കിംഗ് ലോട്ടിലേക്ക് നിർത്തുന്നു. അതിനുശേഷം ആ വാഹനത്തിൽ നിന്നും കുറേ മനുഷ്യർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഞങ്ങളുടെ ചുറ്റും ഒരു വലയം തീർത്തതിന് ശേഷം അവർ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അവരുടെ ആംഗ്യ ഭാഷയിൽ നിന്നും എനിക്കത് മനസ്സിലായി. ഇവർ സംസാരിക്കുന്നത് സ്പാനിഷാണ്. സാധാരണ സ്പാനിഷ് അല്ല, ചിലിയൻ കലർന്ന സ്പാനിഷാണ്. ഞങ്ങൾ നിൽക്കുന്നത് ചിലിയിലെ ആറ്റക്കാമ മരുഭൂമിയിലാണ്. ഈ വന്ന മനുഷ്യരെ കണ്ട ഉടനെ പാബ്ലോയുടെയും ഭാര്യയുടെയും മുഖത്ത് ഒരു ഭയം വരുന്നതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ആലോചിക്കുന്ന കാണും, കാനഡയിൽ ജീവിക്കുന്ന ഞാനും ഭാര്യയും എങ്ങനെയാണ് ചിലിയിലെ ആറ്റക്കാമ മരുഭൂമിയിലെത്തിയത്? ഞാൻ പാബ്ലോയെ പരിചയപ്പെടുന്നത് മെഴ്സിഡീസ് ബെൻസ് കാനഡയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹം വളരെ സീനിയർ എംപ്ലോയി ആണ്. അദ്ദേഹവുമായിട്ട് ഒരുപാട് പ്രോജക്റ്റുകളിൽ ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ബന്ധമാണ് എനിക്കും പാബ്ലോയ്ക്കും ഇടയിൽ. ഈ പ്രോജക്റ്റുകളിലേക്ക് ഭാഗമായി അദ്ദേഹം ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോഴൊക്കെ വീഡിയോ കോളുകളായിരിക്കും. ആ വീഡിയോ കോളുകളിൽ മിക്കതിലും ഇദ്ദേഹം എന്തോ കഴിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ക്യാൻ കാണും. ആ ക്യാനിൽ നിന്ന് സ്പൂൺ ഉപയോഗിച്ച് എന്തോ കോരി കഴിക്കുന്നത് കാണാം. ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കുന്നത് ടൂണയാണ്, നിനക്ക് ടൂണ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും, ഞങ്ങളുടെ നാട്ടിലും മീൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാനൊരു മലയാളിയാണ്. മീൻകറി ഇല്ലാതെ ചോറ് കഴിക്കാൻ മലയാളിക്ക് വലിയ മടിയാണ്. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ചിലിയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു ഭക്ഷണമാണ് മീൻ. ഈ മീനിന്റെ കൂടെ പിസ്കോ എന്ന് പറയുന്ന ഒരു മദ്യവും ഞങ്ങൾ കഴിക്കാറുണ്ട്. ഈ പിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയിട്ട് വാറ്റിയ ഒരു പ്രത്യേകതരം ബ്രാൻഡിയാണ്. ചിലിയിലും പെറുവിലും അർജന്റീനയിലുമൊക്കെ അതിന് വളരെ പ്രാധാന്യമാണ്. ഈ മദ്യം വാറ്റിയെടുക്കാനുള്ള മുന്തിരി ചിലിയിലെയും പെറുവിലെയും മല അടിവാരത്തിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ മദ്യത്തിന്. പാബ്ലോ ഈ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് സംസാരിക്കും, കൂട്ടുകാരെക്കുറിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ചേട്ടനും അനിയനും ഒക്കെ ചിലിയിലാണ്. അദ്ദേഹത്തിന് ചിലി എന്ന രാജ്യത്തോട് വളരെ സ്നേഹമാണ്. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോകുന്നു. പിന്നീട് പാബ്ലോയെ മറ്റൊരു ടീമിന്റെ മാനേജരായിട്ട് നിയമിക്കുകയാണ്. അപ്പോഴും ഞങ്ങളുടെ സൗഹൃദം വളരെ ദൃഢമായി തന്നെ തുടരുകയാണ്. അങ്ങനെ ഏകദേശം 1 വർഷം കടന്നുപോയി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. പാബ്ലോ ജോലി രാജിവെക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്കായിട്ടുള്ള സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു 5 വർഷം കൂടെ ജോലി ചെയ്താൽ അദ്ദേഹത്തെ ഒരു ഡയറക്ടറായിട്ടോ ചിലപ്പോൾ CIO ആയിട്ടോ വരെ നിയമിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഉടനെ ജോലി രാജിവെക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരം കിട്ടിയില്ല.
എല്ലാവർക്കും ഒരു സംശയമായി. എന്താണ് സംഭവിക്കുന്നത്? ഇനി ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ള മനുഷ്യരുമായിട്ട് എന്തെങ്കിലും പിണക്കങ്ങളുണ്ടോ? എന്തിനാണ് ഇദ്ദേഹം ജോലി രാജിവെക്കുന്നത്? ഞങ്ങൾക്കാർക്കും ഒരു പിടിയുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ജോലി രാജിവെക്കുന്നത്? കുറച്ച് നാളും കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കില്ലേ? ഇപ്പോൾ ഈ ജോലി രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്ക് മടുത്തു. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സെൻഡ് ഓഫ് പാർട്ടിയാണ്. വളരെ ഗംഭീരമായ പാർട്ടിയാണ് മെർസിഡീസ് ബെൻസ് കാനഡ അദ്ദേഹത്തിന് കൊടുത്തത്. എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഈ ഫംഗ്ഷന് ശേഷം അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉടൻ തന്നെ ചിലിയിലേക്ക് താമസം മാറും. എൻ്റെ ടൊറന്റോയിലെ വീട് ഞാൻ വിൽക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ചിലിയിലേക്ക് മടങ്ങുകയാണ്. തിരിച്ചൊരു മടക്കം ഇനി ഉണ്ടാവുകയില്ല. നീ എന്തെങ്കിലും ചിലിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നി. ഒരു നല്ല സുഹൃത്തിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ എന്നൊരു വിഷമം. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോവുകയാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ദൂരയാത്ര പോകാറുണ്ട്. ജോലിയിലെ ഈ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട്. അങ്ങനെ ആ വർഷം എവിടേക്ക് പോകും എന്നാലോചിക്കുമ്പോഴാണ് ചിലി എന്ന രാജ്യം മനസ്സിൽ വരുന്നത്. ചിലി അതിസുന്ദരമായ രാജ്യമാണ്. പാറ്റഗോണിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ തന്നെ ജൈവ വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ്. അത് ചിലിയിലും അർജന്റീനയിലുമാണ്. അങ്ങനെ പാബ്ലോയ്ക്ക് ഞാനൊരു ഇമെയിൽ അയക്കുകയാണ്. ഇമെയിലിൽ ഞാൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ദൂരയാത്ര ചിലിയിലേക്കാണ്. താങ്കളെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഒരു ദിവസം താങ്കളുടെ കൂടെ ചെലവഴിക്കാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാൻ സാധിക്കുമോ? ഇമെയിൽ അയച്ചു. ഒരു ദിവസം കഴിയുന്നു, 2 ദിവസം കഴിയുന്നു, ഒരാഴ്ച കഴിയുന്നു, 2 ആഴ്ച കഴിയുന്നു. എനിക്ക് യാതൊരു മറുപടിയും വരുന്നില്ല. പാബ്ലോയ്ക്ക് എന്തായിരിക്കാം സംഭവിച്ചത്? സാധാരണ വളരെ വേഗം മറുപടി തരുന്ന ഒരാളാണ്. ഇതിപ്പോൾ 2 ആഴ്ചയായി. അദ്ദേഹം മറ്റേതെങ്കിലും രാജ്യത്തോട്ട് മാറിയോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നോർത്ത് ഞാൻ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വരികയാണ്. ഞാൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ ചിലിയിൽ നിന്നുള്ള നമ്പറാണ്. എനിക്ക് അപ്പോഴേ മനസ്സിലായി അത് പാബ്ലോ ആയിരിക്കുമെന്ന്. ഉടനെ ഞാൻ എടുത്ത് സംസാരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്റെ ഇമെയിലിന് സമയത്തിന് മറുപടി അയക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. നീ എന്നാണ് ചിലിയിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു, ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഡേറ്റ് ഞാൻ അറിയിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച മുന്നേ എന്നെ അറിയിക്കണം. ഞാൻ സാന്റിയാഗോയിലല്ല ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് മാറി 1800 കിലോമീറ്റർ അകലെ ആൾട്ടോ ഒസ്പീസിയോ എന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് താമസിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാനാകെ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം കാനഡയിൽ നിന്നും ചിലിയിലേക്ക് പോകുന്നു. ചിലിയിലെ ഏറ്റവും സൗകര്യമുള്ള സാന്റിയാഗോ നഗരത്തിൽ നിന്നും മാറി ഒരു ചെറിയ പട്ടണത്തിൽ പോയി താമസിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? എനിക്കൊരു സംശയം തോന്നി. പക്ഷെ അതൊന്നും അപ്പോൾ ചോദിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതിയോ? അതോ ഇമെയിൽ അയച്ചാൽ മതിയോ? അദ്ദേഹം പറഞ്ഞു, ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഈ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും എന്നെ കിട്ടണമെന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും എനിക്കൊന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം എനിക്കറിയാവുന്ന പാബ്ലോ വളരെ മാന്യനാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് ചിലിയിലേക്ക് പോകേണ്ട ദിവസമെത്തി. ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. ഞങ്ങൾക്ക് ചിലിയിലേക്ക് പോകാൻ വിസയുടെ ആവശ്യമില്ല. കാരണം കനേഡിയൻ പാസ്പോർട്ട് ഉള്ളത് തന്നെ അവിടെ ചെന്നിറങ്ങാം. 90 ദിവസം വിസയില്ലാതെ ചിലിയിൽ താമസിക്കാം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാധനങ്ങളെല്ലാം ഒരുക്കി ടിക്കറ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഒരു പ്രശ്നമുള്ളത്, കാനഡയിൽ നിന്നും ചിലിയിലേക്ക് നേരിട്ട് വിമാനമില്ല. അമേരിക്ക വഴി കറങ്ങി വേണം പോകാനായിട്ട്. അങ്ങനെ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ വിമാനത്താവളത്തിലൂടെ പോകുന്ന ഒരു വിമാനത്തിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ്. ഈ ഹ്യൂസ്റ്റൺ വിമാനത്താവളം ടെക്സസ് എന്ന പ്രവിശ്യയിലാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് പോകേണ്ട ദിവസം എത്തി. ഞങ്ങളൊരു ടാക്സി എടുത്ത് വാൻകൂവർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അമേരിക്ക വഴി ചിലിയിലേക്കാണ് യാത്ര. ഏകദേശം 18-20 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ആ നീണ്ട യാത്രയ്ക്ക് ശേഷം ചിലിയിലെ സാന്റിയാഗോ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ വിമാനം പറന്നിറങ്ങുകയാണ്. ഈ വിമാനം ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ നമുക്ക് ആൻഡീസ് മൗണ്ടൻ കാണാം. മഞ്ഞ് മൂടിയ ആൻഡീസ് മൗണ്ടൻ അതിഗംഭീരമായ കാഴ്ചയാണ്. ഞങ്ങൾ 2 പേര് ധൃതിയിൽ വിമാനത്തിൽ നിന്നും കയ്യിലുള്ള ലഗേജുകളൊക്കെ എടുത്ത് വേഗം എയറോ ബ്രിഡ്ജിലൂടെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് കളയാൻ സമയമില്ല. വെറും 3 ദിവസമാണ് സാന്റിയാഗോയിൽ ചെലവഴിക്കാനുള്ളത്. അങ്ങനെ ഞങ്ങൾ വേഗം ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് നടക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച എയർപോർട്ടാണ്. ഞങ്ങളും പോയി അവിടെ ക്യൂ നിന്നു. ഒരു 15 മിനിറ്റ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഇമിഗ്രേഷൻ ഓഫീസറുടെ അടുത്തെത്തി. ഇമിഗ്രേഷൻ ഓഫീസർ ഒരു സ്ത്രീയാണ്. അവരെ കണ്ടാലേ വളരെ ഗൗരവക്കാരിയാണ് എന്നറിയാം. സാധാരണ ഇതുപോലെയുള്ള യാത്രകളിൽ
ഞാനാണ് രണ്ടുപേരുടെയും പാസ്പോർട്ട് ഓഫീസറുകളിൽ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും രണ്ടുപേരുടെയും പാസ്പോർട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരാളുടെ പാസ്പോർട്ട് തന്നാൽ മതി. ഉടനെ ഞാൻ പ്രിയയുടെ പാസ്പോർട്ട് പ്രിയയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. എൻ്റെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. അവർ ആ പാസ്പോർട്ട് മേശയിലേക്ക് തുറന്നു വയ്ക്കുകയാണ്. അതിനുശേഷം അവർ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, പാസ്പോർട്ടിലെ എൻ്റെ ഫോട്ടോയിൽ നോക്കുന്നു, എന്തൊക്കെയോ മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, കാനഡയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളെ കണ്ടിട്ട് ഒരു ഇന്ത്യക്കാരൻ ലുക്കുണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് കനേഡിയൻ പാസ്പോർട്ട് കിട്ടിയത്? ഞാൻ പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് കുടിയേറിയതാണ്. ഇപ്പോൾ ഞാൻ കാനഡയിലാണ് ജീവിക്കുന്നത്. ആ ഉത്തരം അവർക്ക് ബോധിച്ചു എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം അവർ പാസ്പോർട്ടിലേക്ക് നോക്കുന്നു, എന്തൊക്കെയോ വീണ്ടും പിറുപിറുക്കുന്നു. ഒരു സീലെടുത്ത് പാസ്പോർട്ടിൽ അടിച്ചതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തരികയാണ്. ഞാൻ അങ്ങോട്ടേക്ക് മാറി നിന്നു. പ്രിയയും പാസ്പോർട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. അധികം ചോദ്യങ്ങളൊന്നും പ്രിയയോട് അവർ ചോദിച്ചില്ല. കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ് എന്ന്. പാസ്പോർട്ടിൽ സീലടിച്ച് അതും തിരിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് വേഗം നടക്കുകയാണ്. കാരണം ഇനി ലഗേജ് എടുക്കണം, അതിനുശേഷം പുറത്തേക്ക് പോകണം. സാന്റിയാഗോ എയർപോർട്ട് ഇരിക്കുന്നത് സാന്റിയാഗോ നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയാണ്. പാബ്ലോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ടാക്സികളൊന്നും എടുക്കരുത്, പബ്ലിക് ടാക്സികൾ മാത്രമേ എടുക്കാവൂ. എയർപോർട്ടിൽ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് പബ്ലിക് ടാക്സികൾ കിട്ടും. ഈ സാന്റിയാഗോ നഗരത്തിലൊക്കെ ഒരുപാട് തട്ടിപ്പുകളും പിടിച്ചുപറികളും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വിദേശ രാജ്യങ്ങളെല്ലാം അത്ര സേഫ് ഒന്നുമല്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സി എടുത്ത് സാന്റിയാഗോ നഗരമധ്യത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ നഗരമധ്യത്തിൻ്റെ അരികിലാണ്. സാധാരണ യാത്രകളിൽ ഞങ്ങൾ മിക്കപ്പോഴും ഈ നഗരമധ്യത്തോട് ചേർന്ന മുറികളായിരിക്കും എടുക്കുന്നത്. കാരണം യാത്രകൾ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് വൈകുന്നേരം ഒന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഒരുപാട് ദൂരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സികൾ വിളിക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നഗരമധ്യത്തിലാണ് ഞങ്ങൾ മുറി ബുക്ക് ചെയ്തത്. എയർബിഎൻബി വഴിയാണ് മുറി ബുക്ക് ചെയ്തത്. അതായത് ഹോട്ടലുകളായിരിക്കില്ല, പ്രൈവറ്റായിട്ട് ആൾക്കാർ നടത്തുന്ന ചെറിയ ചെറിയ അക്കോമഡേഷനുകളാണ്. അത് വളരെ ഭംഗിയായി വൃത്തിയായി അവർ സൂക്ഷിക്കും. കാരണം നല്ല റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ആൾക്കാർ ബുക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യാത്രകളിൽ കൂടുതലും എയർബിഎൻബി ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പല രാജ്യങ്ങളിലും അത് നിയമപരമാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ എയർബിഎൻബി നിയമപരമല്ല. പോകുന്നതിന് മുമ്പ് നിങ്ങളത് വിലയിരുത്തിയിട്ട് പോവുക. അങ്ങനെ എയർബിഎൻബി നടത്തുന്ന വ്യക്തിയെ ഞങ്ങൾ വിളിക്കുന്നു. അദ്ദേഹം വന്ന് മുറിയൊക്കെ തുറന്നു തരുന്നുണ്ട്. ഞങ്ങൾ മുറിയിലേക്ക് പോകുന്നു. ഞങ്ങൾ സാന്റിയാഗോയിൽ എത്തുന്നത് പ്രഭാതത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വളരെ വേഗം കുളിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങി ഇനി എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ ഒരു ചെറിയ കോഫി ഷോപ്പിൽ കയറി കാപ്പിയും ലഘുഭക്ഷണങ്ങളും ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് ചിലിയുടെ മണ്ണിൽ ചിലിയുടെ ഭക്ഷണവും രുചിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ യാത്ര മ്യൂസിയം ഓഫ് മെമ്മറി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിലേക്കാണ്. സാന്റിയാഗോ നഗരത്തിലെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ്. ഈ ചിലിക്ക് ഒരു വലിയ ഇരുണ്ട കാലഘട്ടമുണ്ട്. ആദ്യകാലങ്ങളിൽ സ്പെയിനിന്റെ അധീനതയിലായിരുന്നു ചിലി. അതുകൊണ്ടാണ് അവർ സ്പാനിഷ് സംസാരിക്കുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ച് ജനാധിപത്യത്തിലേക്ക് കാലുകുത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ചിലിയിൽ പട്ടാള ഭരണം ഉണ്ടാകുന്നത്. 1973, 1990 കാലഘട്ടത്തിലാണത്. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം ഭരണത്തിലേറി. ഈ പട്ടാള ഭരണ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അവർക്കെതിരെ പ്രതികരിച്ച ഓരോ മനുഷ്യരും ഇവിടെയാണെന്ന് പോലും ഇന്നും അറിയില്ല. ആ മനുഷ്യരുടെ ചിത്രങ്ങൾ ആ മ്യൂസിയത്തിന്റെ വലിയ ഭിത്തിയിൽ നമുക്ക് കാണാം. പിന്നീടുള്ള 2 ദിവസവും ഞങ്ങൾ സാന്റിയാഗോയിൽ അതിഗംഭീരമായി ആഘോഷിക്കുന്നു. അതിനുശേഷം പാബ്ലോയുടെ അടുത്തേക്ക് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ ചിലിക്കൊരു പ്രത്യേകതയുണ്ട്. ചിലി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഏകദേശം നമ്മുടെ കേരളം പോലെ ഇരിക്കും. നല്ല നീളത്തിൽ, ഏകദേശം 4000 കിലോമീറ്റർ നീളത്തിൽ, വെറും 200 കിലോമീറ്റർ വീതിയിൽ കേരളം പോലെയുള്ള ഒരു ഭൂപ്രദേശമാണ്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ സാന്റിയാഗോയിൽ നിന്ന് പാബ്ലോയുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ ഒരു വാഹനം ബുക്ക് ചെയ്യുകയാണ്. ഈ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 4 ദിവസം കൊണ്ടാണ്. 3 രാത്രികൾ ഈ യാത്രയിൽ കാണുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ചെലവഴിക്കാം. 4ാമത്തെ ദിവസം ഉച്ചയോടുകൂടി പാബ്ലോയുടെ അടുത്തെത്താം എന്നാണ് തീരുമാനം. അങ്ങനെ ഞങ്ങളുടെ ആദ്യ ദിവസത്തെ യാത്ര തുടങ്ങിയാണ്. ഞങ്ങൾ പോകുന്നത് ലാ സെറീന എന്നൊരു പട്ടണത്തിലേക്കാണ്. ഈ ചിലിയിലെ ചില പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലാണ് എന്ന് പറയുകയില്ല. ചൊവ്വയിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ പോയതുപോലെയാണ് തോന്നുന്നത്. അതുപോലെ വ്യത്യസ്തമാണ് അവിടുത്തെ ഭൂപ്രകൃതി. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വാഹനം ഓടിക്കുകയാണ്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ലാ സെറീനയിൽ എത്തിച്ചേരുകയാണ്. അവിടെ എൽക്വി വാലി എന്നൊരു പ്രദേശമുണ്ട്. 2 മലകൾക്ക് നടുവിലായി പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടം. അവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിസ്കോ ഉൽപ്പാദിപ്പിക്കുന്നത്. പിറ്റേന്ന് ഞങ്ങൾ കാപ്പിയാപ്പിയിലോട്ടാണ് പോകുന്നത്.
അവിടെ നിന്ന് ആറ്റോഫെഗാസ്ക. ഈ ആറ്റോഫെഗാസ്ക എന്ന് പറയുന്നതാണ് ഈ റൂട്ടിലെ ഏറ്റവും വലിയ മേജർ സിറ്റി. അങ്ങനെ അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ആൾട്ടോ ഒസ്പീസിയോയിലോട്ട് യാത്ര തിരിക്കുകയാണ്. അവിടെയാണ് പാബ്ലോ താമസിക്കുന്നത്. ഈ ആൾട്ടോ ഒസ്പീസിയോ വളരെ ചെറിയൊരു പട്ടണമാണ്. 2004 പുറം ലോകം ആ പട്ടണത്തെക്കുറിച്ച് അറിയുന്നത് പോലും. ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്തിനാണ് ഇദ്ദേഹം അവിടെ പോയി താമസിക്കുന്നത്? കാരണം സാന്റിയാഗോ ഞങ്ങൾ കണ്ടതാണ്, അതിഗംഭീരമായൊരു നഗരമാണ്. അദ്ദേഹത്തിന് അവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കാം. പിന്നെ എന്തിനാണ് ഇത്രയും ദൂരെ, ഇത്രയും സൗകര്യങ്ങൾ കുറഞ്ഞ ഈ ചെറിയ പട്ടണത്തിലേക്ക് പോയത്? അങ്ങനെ 4-ാമത്തെ ദിവസം ഉച്ചയോടുകൂടി ഞങ്ങൾ പാബ്ലോയുടെ വീടിനരികത്തെത്തുകയാണ്. ഈ വീടിരിക്കുന്നത് പാതയോരത്തോട് ചേർന്നാണ്. പലകമേഞ്ഞ ചെറിയ ചെറിയ വീടുകളാണ്. ഞങ്ങൾ വാഹനം അവിടെ നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. പാബ്ലോ. അദ്ദേഹത്തെ കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാനഡയിൽ വെച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വളരെ ടിപ്പ് ടോപ്പിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുന്ദരനായി ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ആ വ്യക്തി ഇപ്പോൾ താടിയും മുടിയും ഒക്കെ വളർത്തി, കണ്ടാൽ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് പോലെ തോന്നുന്ന ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നെ കണ്ട ഉടനെ അദ്ദേഹം ഓടി എൻ്റെ അടുത്തെത്തി എൻ്റെ കൈ രണ്ടും പിടിച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർക്കുകയാണ്. എന്നോട് പറഞ്ഞു, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഞാൻ പറഞ്ഞു, യാത്രയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഉടനെ തന്നെ ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പാബ്ലോയുടെ ഭാര്യയാണ്. ഇരുവരും ഞങ്ങളെ വീട്ടിലേക്ക് നയിച്ചു. ഈ വീട് ഒരു പ്രത്യേക രീതിയിലാണ്. കയറി ചെല്ലുന്നത് ഒരു സ്വീകരണ മുറിയാണ്. അതിനോട് ചേർന്ന് ഒരു ചെറിയ അടുക്കളയുണ്ട്. അടുക്കള കഴിഞ്ഞ് ഒരു വാതിൽ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു വലിയ മുറ്റം. അവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡന് പുറകിലാണ് കിടക്കുമുറികൾ. ഒരു വ്യത്യസ്തമായ ആർക്കിടെക്ചറാണ്. എനിക്ക് ആ വീട് നന്നായി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ വീടും പരിസരവും ഒക്കെ ചുറ്റി നടന്നൊന്ന് കണ്ടു. അതിനുശേഷം സ്വീകരണ മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും ചായയും കാപ്പിയും പലഹാരങ്ങളും ഒക്കെ ആ മേശപ്പുറത്ത് നിറഞ്ഞിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. കാരണം യാത്ര 2-3 ദിവസത്തെ യാത്രയാണ്. ഞങ്ങൾക്ക് ഒന്ന് കുളിച്ച് അല്പനേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ പാബ്ലോ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. ആ സമയത്ത് പാബ്ലോ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നേരം ഒന്നും കിടന്നുറങ്ങരുത്. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ പട്ടണമാണെങ്കിലും ഇവിടെ 1-2 പേരുകേട്ട റെസ്റ്റോറൻറ്റുകളുണ്ട്. അവരുടെ ഭക്ഷണം അതിഗംഭീരമാണ്. നമുക്ക് അവിടെ പോയി അത്താഴം കഴിക്കാം. ഞങ്ങൾ അതൊക്കെ കേട്ടിട്ട് നേരെ റൂമിലേക്ക് പോയി. ഞങ്ങൾ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് പാബ്ലോ ഒന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ എണീക്കുന്നത്. സൂര്യൻ പതിയെ അസ്തമിച്ച് വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മരുഭൂമിയാണ്. ഒരു നഗരമെന്ന് പറയാൻ സാധിക്കില്ല. അത്രമാത്രം റിമോട്ടായിട്ടുള്ള ഒരു പട്ടണമാണിത്. ഞങ്ങൾ ഇരുവരും പാബ്ലോയുടെയും ഭാര്യയുടെയും കൂടെ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ ചെറുതാണ്. പലക കൊണ്ടൊക്കെ പണിഞ്ഞ റെസ്റ്റോറൻറ്റുകളാണ്. പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഒരു വലിയ മുറ്റം. ആ മുറ്റത്തിൻ്റെ അരികിലായി ഒരു ചെറിയ ഫൗണ്ടനൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു ചെറിയ ടേബിള്, അവിടെ കുറച്ച് ചെടികൾ, അതിഗംഭീരമായ ലൈറ്റിങ്. ഞങ്ങൾ 4 പേരും ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. ഞങ്ങൾ ചിലിയിലെ ഭക്ഷണം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഇങ്ങനെ ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. എന്തിനാണ് ഇദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുന്നത്? സാന്റിയാഗോയിൽ ഇദ്ദേഹത്തിന് വീടുണ്ട്. അവിടെ അതിഗംഭീരമായ ഒരു ജീവിതം ഇദ്ദേഹത്തിന് നയിക്കാം. പിന്നെ എന്തിനായിരിക്കാം ഈ ചെറിയ പട്ടണത്തിൽ വന്ന് ഇദ്ദേഹം ജീവിക്കുന്നത്? എന്താണെങ്കിലും ഞാൻ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്? 2023 മാർച്ചിലാണ് നമ്മുടെ കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിൽ തീ പടരുന്നത്. ആ മാലിന്യപ്പുക കൊച്ചിയിലെ ജനങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. കൊച്ചിയിലെ മാലിന്യം കൊച്ചി നിവാസികളുടെയാണ്. എന്നാൽ ചിലിയിൽ കത്തിയമരുന്ന മാലിന്യം ചിലിയൻ വംശജരുടെ അല്ല. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പോകുന്ന പഴയ തുണിത്തരങ്ങളാണ് അവിടെ കത്തിയെരിയുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ തുണിത്തരങ്ങളാണ് ചിലിയിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങളിൽ വെറും 15% മാത്രമാണ് വിറ്റഴിക്കപ്പെടുന്നത്. ബാക്കി 85% ചിലിയിലെ മരുഭൂമികളിൽ കുമിഞ്ഞുകൂടുകയാണ്. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് ചിലിയിൽ. ഈ തുണിത്തരങ്ങൾ മരുഭൂമികളിലേക്ക് കൊണ്ടുപോകും. അവിടെ വലിയ മലരൂപത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ തുണിത്തരങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന വിശപ്പുകൾ ശ്വസിക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടനയുടെ തലവനാണ് പാബ്ലോ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഫിലിപ്പീൻസും കാനഡയും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാനഡയിൽ നിന്നും മാലിന്യങ്ങൾ കപ്പലിൽ കയറ്റി ഫിലിപ്പീൻസിലേക്ക് അയക്കുകയാണ്.
ഫിലിപ്പീൻസിലെ സർക്കാർ അത് കണ്ടെത്തുകയും അവിടെ നിന്ന് ആ മാലിന്യം ഉടൻ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നൊക്കെയാണ് അന്ന് ഫിലിപ്പീൻസിലെ സർക്കാർ പറഞ്ഞത്. പല പാശ്ചാത്യ രാജ്യങ്ങളും ഡൊണേഷന്റെ പേരിലും ഇതുപോലെയുള്ള കച്ചവടങ്ങളുടെ പേരിലും അവരുടെ മാലിന്യം മറ്റ് രാജ്യങ്ങളിൽ കൊണ്ട് തള്ളുന്നു എന്നാണ് ആക്ഷേപം. പാബ്ലോ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി, ആ സ്ഥലങ്ങളിലേക്കൊന്ന് പോയി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ എന്ന്. അങ്ങനെ ആ ആവശ്യം പാബ്ലോയോട് പറയുന്നു. പാബ്ലോ പറയുകയാണ്, നാളെ രാവിലെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കള്ളക്കടത്തുകാർ ഇല്ലാത്ത സമയത്ത് വേണം ആ ഭാഗങ്ങളിലേക്ക് പോകാൻ. രാവിലെയാണെങ്കിൽ കുഴപ്പമില്ല, ഉച്ചയോടുകൂടി ഇവർ പഴയ തുണിത്തരങ്ങൾ കൊണ്ട് മരുഭൂമികളിൽ ഉപേക്ഷിക്കും. ആ സമയത്ത് അവിടെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അപകടമാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി ആ കാഴ്ച കാണാനായി നടക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കുറ്റവാളികളുടെ പിടിയിലായത്. കാരണം പാബ്ലോ ഈ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്റർനാഷണൽ മീഡിയകളൊക്കെ ഈ വാർത്തകൾ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. BBC പോലുള്ള വലിയ വലിയ ചാനലുകൾ ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ലോകം ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികൾ കരുതുന്നത് ഞങ്ങൾ ഏതോ മാധ്യമ പ്രവർത്തകരാണ്, ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്, ഈ പ്രശ്നങ്ങളിലെ ചിത്രങ്ങൾ എടുക്കാൻ വന്നതാണ്, അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. പാബ്ലോ പല രീതിയിൽ പറഞ്ഞു നോക്കി, അവരെ ചെവിക്കൊള്ളുന്നില്ല. ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ചെന്ന് പെടുമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയില്ല. നമ്മൾ കാണുന്ന പോലെയല്ല പല രാജ്യങ്ങളിലെയും അവസ്ഥകൾ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യൂറോപ്പിൽ പ്രശ്നങ്ങളില്ല, അമേരിക്കയിൽ പ്രശ്നങ്ങളില്ല, കാനഡയിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ ആ നാടുകളിൽ പോയി വർഷങ്ങളോളം ജീവിച്ചു കഴിഞ്ഞാൽ, ആ നാട്ടുകാരുമായി ഇടപെട്ടാൽ അവിടെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ചിലിയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കിയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പോകണം, നിങ്ങൾ ഇപ്പോൾ തന്നെ കാറെടുത്ത് തിരികെ പോകണം. ഉടൻ തന്നെ പാബ്ലോ കാറിനടുത്തേക്ക് ഓടി, ഞങ്ങളും പുറകെ ഓടി. അവിടെ നിന്ന് കാറെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പാബ്ലോയ്ക്ക് ആകെ സങ്കടമായി. കാരണം നല്ലൊരു സമയം ചിലിയിൽ ചിലവഴിക്കാൻ വന്ന ഞങ്ങൾക്ക് ഒരു വളരെ ദുരനുഭവം ഉണ്ടായി. പിറ്റേന്ന് രാവിലെ മറ്റൊരു പട്ടണത്തിലെ വിമാനത്താവളത്തിൽ നിന്നും ഞങ്ങളെ സാന്റിയാഗോയിലേക്ക് അദ്ദേഹം യാത്ര അയക്കുകയാണ്. അവിടെ നിന്ന് വിമാനം കയറി ഞങ്ങൾ സാന്റിയാഗോയിൽ വന്നിറങ്ങുന്നു. സാന്റിയാഗോയിൽ നിന്ന് കാനഡയിലേക്ക് വിമാനം കയറുകയാണ്. ആ വിമാനം പറന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയായി. എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ എന്തിനാണ് ഇവിടെ കിടന്ന് നരയിക്കുന്നത്?